നമുക്കിപ്പോ ഇപ്പം ലാലേട്ടൻ കണക്റ്റഡ് ആണ്. ലാലേട്ട, ഗുഡ് മോർണിംഗ്, ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ആരാ സംസാരിച്ചോണ്ടിരുന്നത്? അഴാത്തൂവിന്റെ സംവിധായകനും അതേപോലെ ക്യാമറമാനും രണ്ടുപേർക്ക് ഹാപ്പി വിഷു. താങ്ക് യു വെരി മച്ച്. നിന്റെ ശബ്ദത്തിന് എന്താ ഒരു പരപരപ്പ്? ലാലേട്ട, എന്താ വിഷു ആയിട്ട് വിശേഷങ്ങൾ എന്തൊക്കെയാ? വിഷു നല്ല വാഴ നല്ല സക്സസ്ഫുൾ ആയിട്ട് പോകുന്നതിന്റെ സന്തോഷം കൂടെ അറിയിക്കുന്നു. എവിടെയോ എന്തോ ഒരു തകരാറുണ്ട്. മലയാളികളുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ നമ്മുടെ വിഷു വിശേഷങ്ങളുമായി നമുക്കിപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേർന്നു. അവിടെ ചാക്കോച്ചൻ ഉണ്ടെങ്കിൽ ചാക്കോച്ചൻ ഒരു വിഷു ആശംസ. ഒരു ലേശം. എങ്ങനെയുണ്ട് അമേരിക്കയിലെ വിഷു? അത് മാത്രം ചോദിക്കരുത് സാർ, പറയാൻ എനിക്ക് വാക്കുകളില്ല. അമേരിക്കയിലെ വിഷു നന്നായിട്ടുണ്ട്. ഞങ്ങളുടെ ഫ്രണ്ടിന്റെ വീട്ടിലായിരുന്നു. ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചു. ഇപ്പൊ രാത്രിയായി. കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. പേടിച്ചിട്ടാ. റെസ്റ്റോറന്റിലായതുകൊണ്ടാണ് സൂം കോളിൽ വരാൻ പറ്റാത്തത്. നമ്മുടെ ലാലാരാധകരെ സംബന്ധിച്ച് ദൃശ്യം 3, പേട്രിയറ്റ് പല സിനിമകൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് കൂടിയാണ്. അങ്ങനെയുണ്ട് പ്രതീക്ഷകൾ? ഒരു പ്രതീക്ഷയില്ല. അല്ല, എന്തെങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? അത് നമ്മൾ ചെയ്തു, അത് കഴിഞ്ഞു. എന്താ ശരിയല്ല മാവ? ശരിയല്ലെന്ന് ശരിയെന്ന് പറയണം. അങ്ങനെയാണല്ലോ സിനിമ എന്ന് പറയുന്നത്. അങ്ങനെയാണല്ലോ. ഇതിന് നമ്മൾ ഭാഗ്യം എന്ന് പറയുന്ന ഒരു വാക്കല്ലല്ലോ. അതൊരു എന്താ പറയുന്നത്, ഈ മറ്റേ ഈ ലീഗലിയ ചുണ്ടലിയ നച്ചലി എന്താ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കാര്യം മറ്റടുത്ത ചോദ്യം ചോദിക്കില്ല. ചാക്കോച്ചൻ ജീവിതത്തിൽ ആലോചിക്കാത്ത ഒരാളിപ്പം ടെലിഫോൺ ലൈനിൽ വരുന്നുണ്ട്. ട്രംപാണോ? ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിരി പോയി മണം വിൽക്കാൻ പോകും. ലാൽജി അറിയാവുന്ന ഒരു മനുഷ്യന്റെ അടുത്ത് നിൽപ്പുണ്ട് കേട്ടോ. ലാൽജി ഇന്നിപ്പോഴേ ചാക്കോച്ചന്റെ സിനിമ ഒരു ദുരൂഹ സാഹചര്യത്തിൽ റിലീസ് ആവുകയാണ്. എന്താട്ടാ? മലയാളി പ്രേക്ഷകർക്കും ഹാപ്പി വിഷു. ഞാൻ പറഞ്ഞ ഒരു 15 കൊല്ലം കഴിഞ്ഞ സിനിമ അല്ല ചേട്ടനതൊന്നും വേണ്ടേ? എടുത്തു കഴിഞ്ഞാൽ ഹാപ്പി വിഷു. എന്തോ കുഴപ്പമുണ്ടല്ലോ. അപ്പൊ ചാക്കോച്ചന്റെ സിനിമയ്ക്ക് ഒരു ആശംസ പറയണേ. കാര്യം അത് വിജയിക്കണം എന്നുള്ളത് അവിടെ ആവശ്യമായിരിക്കാം. ഏതാണ്? ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ ശങ്കൂന്നിരുന്ന ഒന്നുമില്ലേ? ഒരു ദുരൂഹ സാഹചര്യത്തിൽ ഇന്നിപ്പോ റിലീസാ. ഒരു ദുരൂഹ സാഹചര്യത്തിലല്ല നമ്മളെ കാണാൻ. അങ്ങോട്ട് പോയിക്കോളി, വീട്ടിൽ പോയിക്കോളി. ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു. ഉസ്മാനെ രക്ഷപ്പെട്ടോ.